So semiconductor lasers. ഒരു 4-level ലേസറിൻ്റെ എക്സാമ്പിളാണ് സെമികണ്ടക്ടർ ലേസർ. സെമികണ്ടക്ടർ ലേസർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിൾ, വളരെ സെമികണ്ടക്ടർ ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടാണ് നമുക്ക് ഈ സെമികണ്ടക്ടർ ലേസേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് പി എൻ ജംഗ്ഷനിൽ നമുക്ക് രണ്ട് പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ജംഗ്ഷൻ ഫോം ചെയ്യുന്നിടത്ത് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ സംഭവിക്കും. ഈ റീകോമ്പിനേഷൻ കാരണം ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് സെമികണ്ടക്ടർ ലേസേഴ്സ്. ഓക്കെ, സെമികണ്ടക്ടർ ഡയോഡ്. ഇവിടെ ഡയോഡ് നമ്മൾ ഡയോഡ് കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഈ ലേസേഴ്സിൻ്റെ ഇതും ഇതായിട്ടുണ്ട്. ഓക്കെ, സോ സെമികണ്ടക്ടർ ഡയോഡ് വാസ് ഫസ്റ്റ് ലേസർ ഡയോഡ് വാസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ Robert N. Hall and Marshall Nathan in 1962. Okay, this was the beginning of electronics revolution. Okay, so this was the 1962 നമ്മൾ സെമികണ്ടക്ടർ ഡയോഡിൻ്റെ കൂടെ തന്നെ ഡയോഡ് ലേസേഴ്സ് കണ്ടുപിടിച്ചു. Then the semiconductor laser is made in mass quantities from wafers of gallium arsenide or similar crystals. So മാസീവായിട്ട് സെമികണ്ടക്ടർ ലേസേഴ്സ് ഉപയോഗിക്കുന്ന ക്രിയേറ്റ് ചെയ്യാൻ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗാലിയം ആർസനൈഡ് അതുപോലത്തെ ക്രിസ്റ്റൽസ് ആണ്. സോ ഇവിടെ ഞാൻ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഒരു സിമ്പിൾ ഡയഗ്രാം. നമുക്ക് ഏതൊരു പി എൻ ജംഗ്ഷനെ പോലെ തന്നെയാണ് ഒരു ഡയഗ്രാം. സോ ഹിയർ വി ഹാവ് ദിസ് പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് ദിസ് ഇസ് എൻ ടൈപ്പ് മെറ്റീരിയൽ. But the problem, the thing is that both p type and n type are having the same material. P type and n type are same material, gallium arsenide. Now at the junction what happens is that holes from this direction, from this portion, and electrons from this portion come together at the area at the depletion layer, and they recombine each other. And when a hole and electron recombine each other, photons are emitted. Okay, and these photons are amplified in the medium and used as a laser. So this is the simple explanation for a semiconductor laser. Now principle I know when the PN junction diode is forward biased, the P end of the diode is connected to the positive terminal of the battery, and N end is connected to the negative terminal of the battery. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. The poles and electrons holes and electrons diffuse through the junction and combine with each other. Meanwhile, light radiations of photons are radiated. So ഈ ഹോൾസും ഇലക്ട്രോൺസും ഇവിടെ ജംഗ്ഷനിൽ റീകമ്പൈൻ ചെയ്യും and radiations are emitted. This is called recombination radiation. Okay, recombination radiation. So these emitted photons stimulate other electrons in the active medium and holes to recombine, which results in stimulated emission required for lasing action. So ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം എമിറ്റ് ചെയ്തിരിക്കുന്ന ഈ റേഡിയേഷൻ, റീകോമ്പിനേഷൻ റേഡിയേഷൻ എന്ത് ചെയ്യും, ദേ ഇൻഡ്യൂസ് recombination in other electrons and holes as well. Okay, so electron hole recombination process നമ്മൾ quantum mechanically treat ചെയ്യുകയാണെങ്കിൽ we can treat that as a perturbation, and ഈ perturbation കേസ് നമുക്ക് this time dependent perturbation theory apply ചെയ്താൽ we will obtain time dependent perturbation theory we will obtain what is this ഈ perturbation പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു ട്രിഗർ നൽകുന്നതാണ് റീകോമ്പിനേഷൻ റേഡിയേഷൻ ആണ്. നമുക്ക് വൺസ് ആദ്യം ഉണ്ടായിട്ടുള്ള ഈ റീകോമ്പിനേഷൻ റേഡിയേഷൻ മറ്റ് ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ റീകമ്പൈൻ ചെയ്യാൻ ട്രിഗർ ചെയ്യുന്നത്. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ എ സീരീസ് ഓഫ് റീകോമ്പിനേഷൻസ് ആൻഡ് എ ഹൈ ഇൻറ്റൻസ് ബീം ഓഫ് photons. Now what we need is a population inversion. അല്ലേ, നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും സം സെറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വേണം. ഓക്കെ, സോ നമുക്കറിയാം ഒരു സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ വി ഹാവ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. സോ വാലൻസ് ബാൻഡിൻ്റെ അകത്ത് നമുക്കുള്ളത് ഇലക്ട്രോൺസ് ആണ്, കണ്ടക്ഷൻ ബാൻഡിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് തന്നെയാണ്. പക്ഷേ വാലൻസ് ബാൻഡിൻ്റെ അകത്ത് നമുക്ക് കൂടുതലുള്ള ഇലക്ട്രോൺസും കുറവുള്ളത് ഹോൾസും ആണ്. അതേപോലെ കണ്ടക്ഷൻ ബാൻഡിനകത്ത് നമുക്ക് കൂടുതലുള്ളത് വി ഹാവ് ഇലക്ട്രോൺസ്, കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. സോ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് ബൈ സം മെക്കാനിസം എ ലാർജ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ്
കണ്ടക്ഷൻ ബാൻഡ് ഇതാണ്. സോ ദിസ് ഈസ് ദി കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടം താഴെ ഏറ്റവും താഴത്തെ റീജിയനിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു ലാർജ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് ക്രിയേറ്റഡ് ബൈ സം മെക്കാനിസം. ഓക്കെ, we will discuss what are this pumping what are the mechanisms in the semiconductor lasers later. So in this case the bottom of the conduction band bottom electrons, a huge density of electrons is created. Okay, in the same region of space a large number of holes is created at the top of the valence band. ഇവിടെ തന്നെ valence band ടോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി ക്രിയേറ്റ് ചെയ്യാം. Sorry, holes in the density, number of holes is created at the top of valence band. Okay, then an optical beam with the frequency nu is equal to Eg by h or Eg by h cross, where Eg is the band gap energy, will cause a large number of stimulated emission as compared to absorption and thus can be amplified. So ഇവിടെ nu equal to Eg by h cross ആണ്. അത് ഈ എനർജി ബാൻഡാണ് ഇ ജി എന്ന് പറയുന്നത്, എനർജി ഗ്യാപ്പിനെയാണ് നമ്മൾ ഇ ജി എന്ന് വിളിക്കുന്നത്. സോ ഈ എനർജി ഗ്യാപ്പിൻ്റെ ടേംസ് നമ്മൾ ഈ ഫ്രീക്വൻസി പറയാനുള്ളത്. ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ആർ ക്രിയേറ്റഡ് ഇൻ ദ അപ്പർ ടോപ്പ് പാർട്ട് ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ക്രിയേറ്റഡ് ഇൻ ദി ബോട്ടം പാർട്ട് ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ്. സോ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടം പാർട്ട് ഇവിടെയാണ്, പിന്നെ വാലൻസ് ബാൻഡിൻ്റെ ടോപ്പ് പാർട്ട് ഇവിടെയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹിയർ വി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഹോൾസ് ആൻഡ് ഹിയർ വി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇലക്ട്രോൺസ്. Okay, so now then an optical beam with the frequency ഒരു optical beam നമ്മൾ എന്ത് ചെയ്യാണ് യൂസ് ചെയ്യാണ് with the frequency nu where Eg is the band gap will cause a large number of stimulated emissions. So നമ്മൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഒപ്റ്റിക്കൽ ബാൻഡ് ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു പമ്പിങ് അല്ല, സ്റ്റിമുലേഷൻ. ഒരു സ്റ്റിമുലേഷൻ ഒരു ഒപ്റ്റിക്കൽ സ്റ്റിമുലസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ then large number of stimulated emissions as compared to the absorption and thus can be amplified. ഇവിടെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോട്ടോൺ ക്രിയേറ്റ് ചെയ്യുന്നത് ലാർജ് നമ്പർ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ആണ്. സോ ദെർഫോർ വി ക്യാൻ ഈസിലി ആംപ്ലിഫൈ ദ ഇൻറ്റൻസിറ്റി ബൈ യൂസിങ് സിംഗിൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ഫോട്ടോൺ ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് റീകോമ്പിനേഷൻസ് ക്യാൻ ബി ക്രിയേറ്റഡ്. ഒറ്റ സിംഗിൾ ഫോട്ടോണിന് മൾട്ടിപ്പിൾ റീകോമ്പിനേഷൻസ് ക്യാൻ ബി ട്രിഗർഡ്. ഓക്കെ, സോ ദെർഫോർ ദിസ് ഈസ് എ വാലിഡ് മെക്കാനിസം ഫോർ amplification. Now the principle of semiconductor laser, the already മോളിലേക്കാണ് പോയത് സ്ലൈഡ്. ഓക്കെ, now classification of semiconductor lasers. Semiconductor lasers നമുക്ക് രണ്ട് ടൈപ്പായി ഡിവൈഡ് ചെയ്യാം. One is homo junction diode laser, and we have heterojunction diode laser. ഈ heterojunction diode laserനകത്ത് നമുക്ക് ഡബിൾ heterojunction diode lasers ഉണ്ട്, സിംഗിൾ heterojunction diode lasers ഉണ്ട്. ഓക്കെ, so we will see what are these. First നമുക്ക് homojunction semiconductor lasers നോക്കാം. Homojunction semiconductor lasers. ഈ homojunction ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഫിഗറിലുള്ള സംഭവം അത് തന്നെയാണ് ഒരു homojunction lasers എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ജംഗ്ഷൻ, ഒരു ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഒരു പി ടൈപ്പ് റീജിയണും ഒരു എൻ ടൈപ്പ് റീജിയണും. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വി ഹാവ് എ ജംഗ്ഷൻ. സോ ഈ ജംഗ്ഷൻ ഇങ്ങനെ ഒരു ജംഗ്ഷൻ സിംഗിൾ ഇതാണ് ജംഗ്ഷൻ ആണെങ്കിൽ അത് നമ്മൾ ഹോമോ ജംഗ്ഷൻ സെമികണ്ടക്ടർ ലേസേഴ്സ് എന്ന് പറയും. അപ്പം എന്താണ് ഹെറ്ററോ ജംഗ്ഷൻ, നമ്മളതിലേക്ക് വരുന്നേ ഉള്ളൂ. സോ ഹോമോ ജംഗ്ഷൻ ഡയോഡ് ഡയോഡ് ലേസേഴ്സ് ആർ ദോസ് ഇൻ വിച്ച് പി എൻഡ് ആൻഡ് എൻ എൻഡ് ഓഫ് ദ ഡയോഡ് ആർ മെയ്ഡ് ഓഫ് ദ സെയിം കണ്ടക്ടിങ് മെറ്റീരിയൽ, സെമികണ്ടക്ടർ മെറ്റീരിയൽ. സോ ഇവിടെ സെയിം കണ്ടക്ടിങ് മെറ്റീരിയലാണ് ഇവിടെ എന്ത് രണ്ട് പി ടൈപ്പും എൻ ടൈപ്പും രണ്ടും സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗാലിയം ആർസനൈഡ്. സോ നമ്മൾ ഇനീഷ്യലി ആദ്യത്തെ സെമികണ്ടക്ടർ ലേസേഴ്സ് ഒക്കെ എന്തായിരുന്നു, ഹോമോ ജംഗ്ഷൻ ലേസേഴ്സ് ആയിരുന്നു. അതിന് ഏറ്റവും എക്സാമ്പിളാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള അതിൽ ആദ്യമായിട്ട് സയൻറ്റിസ്റ്റ് ചെയ്തിട്ടുള്ള ലേസേഴ്സ് ഏതായിരുന്നു, ഗാലിയം ആർസനൈഡ് ലേസർ ആയിരുന്നു. സോ ഈ കേസിൽ അത് തന്നെയാണ് ഹോമോ ജംഗ്ഷൻ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ദേ ആർ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമികണ്ടക്ടർ മെറ്റീരിയൽ. ഓക്കെ, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ബാൻഡ് ഗ്യാപ്പിൻ്റെ എനർജി ഡിഫറൻസ് എന്താണോ ആ എനർജി ഡിഫറൻസ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ട്രിഗർ ചെയ്യുന്നത്. പി എൻ ജംഗ്ഷൻ ആക്ട് ആസ് ദ ആക്റ്റീവ് മീഡിയം. ഇവിടെ പി എൻ ജംഗ്ഷൻ ആണ് നമ്മൾ എന്താ ജംഗ്ഷനാണ് ആക്റ്റീവ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ക്രിസ്റ്റൽ ഈസ് കട്ട് അറ്റ് എ തിക്നെസ് ഓഫ് 0.5 millimeter. ക്രിസ്റ്റൽ എന്തിരിക്കുന്നത് 0.5 millimeterലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ,
Applied voltage is given through metal contacts on both surfaces of the diode. ഇവിടെ നമുക്ക് this is ഇവിടെ ഒരു മെറ്റൽ പോർഷൻ ആണ്. സോ ബൈ അപ്ലൈയിങ് കറന്റ് ത്രൂ ദിസ് മെറ്റൽ പോർഷൻസ്. ഓക്കെ, വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യാണ് അപ്ലൈ ചെയ്യുന്നത് മെറ്റൽ കോണ്ടാക്ട്സ് ഓൺ ബോത്ത് സർഫസ് ഓഫ് ദ ഡയോഡ്. ഇതിന് അപ്പർ സർഫസ് ആണ്, ലോവർ സർഫസ്, രണ്ടിലും മെറ്റൽ കോണ്ടാക്ട്സ് ഉണ്ട്. ഈ മെറ്റൽ കോണ്ടാക്ട്സിലൂടെ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പൾസ് ബീം ഓഫ് ലേസർ of 8400 angstrom is produced. So typical wavelengths എന്ന് പറയുന്നത് ഈ gallium arsenide homojunction semiconductor lasers produce ചെയ്യുന്ന typical wavelengths എന്ന് പറയുന്നത് 8400 angstroms ആണ്. 8400 angstroms, or it is almost equal to 1 angstrom എന്ന് പറഞ്ഞാൽ 10 raised to minus 10 centimeter ആണ് അല്ലേ. So 10 raised to minus 10 ഇവിടെ നമുക്ക് 8.4 into 10 raised to 3 എന്ന് എഴുതാം അല്ലേ. So this is approximately equal to 8.4 10 raised to minus 3 minus നമ്മൾ 10 raised to minus 7 വരും അല്ലേ. 6 ഇതിലേക്ക് ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി 80.84 മൈക്രോമീറ്റർ ആവും. ഓക്കെ, സോ ദിസ് ഈസ് ദി മൈക്രോമീറ്റർ വേവ് ലെങ്ത് റേറ്റിലാണ് നമുക്ക് ഇവിടെ ബീംസ് കിട്ടുന്നത്, ലേസർ ബീംസ് കിട്ടുന്നത്. ഓക്കെ, 0.84 മൈക്രോമീറ്റർ ഓർ 8400 angstroms. സോ ഇതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ദിസ് ഇസ് ഫ്രീ ഇലക്ട്രോൺസ്. നമുക്ക് ഇനീഷ്യൽ കേസ് നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് ഉള്ളത് എങ്ങനെയാണ്, ദിസ് ഈസ് ദി വാലൻസ് ബാൻഡ്, ഹിയർ these are free holes, here we have free electrons. So in this case what happens when after laser transition is കഴിഞ്ഞതിന് ശേഷം the conduction band will be എനർജി ഡിക്രീസ് സംഭവിക്കും. കണ്ടക്ഷൻ ബാൻഡിന് ചെറിയൊരു എനർജി ഡിക്രീസ് സംഭവിക്കും. അതേപോലെ വാലൻസ് ബാൻഡും ചെറുതായിട്ടൊന്ന് താഴും. ഓക്കെ, സോ ദിസ് ആഫ്റ്റർ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ occurred. The band gap remains almost same. Okay, band gaps remain the same even after the emission and before the emission. Now heterojunction semiconductor laser. Heterojunction പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, അതിനകത്ത് ഉണ്ടാവും മൾട്ടിപ്പിൾ ജംഗ്ഷൻസ് ഉണ്ടാവും. Heterojunction semiconductor lasers are those in which p end is made of one type of semiconductor material and n end is made of another type of semiconductor material. So here ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് നിങ്ങൾ ഈ ഫസ്റ്റ് പി റീജിയൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗാലിയം ആഴ്സനൈഡ് ഉപയോഗിച്ചിട്ടാണ്. ആസ് നമ്മൾ ഫസ്റ്റ് ഹോമോജംഗ്ഷൻ സെമികണ്ടക്ടർ ലേസേഴ്സിനെ ഉപയോഗിച്ച് അതേ മെറ്റീരിയലാണ് അവിടെ ഉപയോഗിക്കുന്നത്. രണ്ടാമതൊരു പി റീജിയൻ ഉണ്ട്, ആ പി റീജിയനിൽ നമുക്ക് അലൂമിനിയം gallium arsenide ആണ്. അലൂമിനിയം gallium arsenide. I don't know how it is name എന്താണെന്നുള്ളത് അറിയില്ല. This is the compound. Okay, aluminium gallium arsenide. Okay, so this is the band or the difference, the junction. ഈ ജംഗ്ഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് അതിന് താഴെയുള്ളത് നമുക്ക് അലൂമിനിയം ഗാലിയം ആഴ്സനൈഡിന്റെ എൻ റീജിയൻ ആണ്. പിന്നീട് ഗാലിയം ആഴ്സനൈഡിന്റെ എൻ റീജിയൻ. സോ ഇങ്ങനെ 5 ലെയേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. 2 പി റീജിയനും 2 എൻ റീജിയനും ഒരു നടുക്കൊരു ജംഗ്ഷനും. മുകളിലത്തെ 2 പീസും ഫസ്റ്റത് ഗാലിയം ആഴ്സനൈഡും രണ്ടാമത്തെ അലുമിനിയം ഗാലിയം ആഴ്സനൈഡാണ്. അതേപോലെ പിന്നെ ഇവിടെ താഴെയുള്ള എൻ റീജിയനിൽ ഒന്ന് അലുമിനിയം ഗാലിയം ആഴ്സനൈഡാണ്, രണ്ടാമത്തത് എന്താണ് ഗാലിയം ആഴ്സനൈഡ് മാത്രം. ഓക്കെ, സോ ദിസ് ഫ്രം ദിസ് ജംഗ്ഷൻ വി ഹാവ് എമിഷൻസ്. ഈ ജംഗ്ഷനാണ് നമുക്ക് എമിഷൻസ് വരുന്നത്. ഇതിന് എക്സാമ്പിളാണ് gallium aluminum arsenide diode laser. Okay, so here we have 5 different layers. ഏതൊക്കെയാണ്? gallium arsenide p type, gallium aluminum arsenide p type, അതുപോലെ gallium aluminum arsenide n type. ഇവിടെ ആക്റ്റീവ് മീഡിയേറ്റ് വരുന്നത് p type തന്നെയാണ്. so this is also p type. then gallium aluminum arsenide n type, gallium arsenide n type. ഇങ്ങനെ 5 layers ആണ് നമുക്ക് ഈ heterojunction semiconductor lasers കേസുണ്ട്. Okay, the end faces of the third layer is highly polished and perfectly parallel to each other to reflect the laser beam. One end is partially polished to release continuous beam. അപ്പോൾ തേർഡ് ലെയറിൻ്റെ 2 എൻഡ്സും എൻ ഫേസസും എന്താണ് ഈ വളരെ പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആൻഡ് പെർഫെക്റ്റ്ലി പാരലൽ ടു ഈച്ച് അതർ. ഈ 2 ലെയേഴ്സും എന്തായിരിക്കും, തേർഡ് ലെയറിൻ്റെ 2 ഫേസസും പെർഫെക്റ്റ് പാരലൽ ആവണം. പക്ഷേ ഓഫ് കോഴ്സ്
there is deviations from parallelism. കാരണം നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് പാരലൽ ആയിട്ടുള്ള ഇത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. ദർ വിൽ ബി എസ്പെഷ്യലി തിൻ ഫിലിംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് പാരലൽ ഫിലിംസ് ഉണ്ടാകും. പക്ഷേ ദിസ് ഈസ് ഡൺ ആസ് ഗുഡ് ആസ് പോസിബിൾ. ഓക്കെ, നമുക്ക് എത്രത്തോളം നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, പാരലാക്കാൻ പറ്റും, അത്രയും പാരലായിട്ട് ചെയ്യും. ദ എൻഡ് ഫേസസ് ഓഫ് ദ തേർഡ് ലെയർ ഈസ് ഹൈലി പോളിഷ്ഡ് ആൻഡ് പെർഫെക്റ്റ്ലി പാരലൽ to each other to reflect the laser beam. One end is partially polished to release the continuous beam. Okay, so അതിനകത്ത് ഒരു എൻഡ് പാർഷ്യലി പോളിഷ് ചെയ്തിട്ടുണ്ടാവും ടു റിലീസ് കണ്ടിന്യൂസ് ബീം. അത് പിന്നെ പാർഷ്യൽ അതായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, പകുതി എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും, പകുതി റിഫ്ലക്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇറ്റ് ആക്ട്സ് ആസ് എ പാർഷ്യൽ ബീം അലോ, രണ്ട് പാർഷ്യലായിട്ട് അലോ ചെയ്യും ബീംസ്. Now characteristics of semiconductor lasers പറയുകയാണെങ്കിൽ മോസ്റ്റ് സെമികണ്ടക്ടർ ലേസേഴ്സ് ഓപ്പറേറ്റ് ഇൻ 0.8 to 0.9 മൈക്രോമീറ്റർ. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, 0.8400 ആംസ്ട്രോങ് പറയുന്നത് 0.84 ആംസ്ട്രോങ് ആണ് അല്ലേ, അല്ല സോറി മൈക്രോമീറ്റർ ആണ്. സോ മിക്ക സെമികണ്ടക്ടർ ലേസേഴ്സിൻ്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, എക്സാമിന് വരാൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക സെമികണ്ടക്ടർ ലേസേഴ്സിൻ്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ 0.8 to 0.9 മൈക്രോമീറ്റർ ആൻഡ് 1 to 1.7 മൈക്രോമീറ്റർ ആണ്. നിങ്ങൾ ഡൈ ലേസേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ റേഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെ പറഞ്ഞതെല്ലാം മറന്നിട്ടുണ്ടാവും അല്ലേ. അതൊന്ന് ഓർത്ത് വെക്കുക, എക്സാമിന് മുമ്പ് ആയിട്ട് ഒന്ന് ബ്രഷപ്പ് ചെയ്യൽ നിർബന്ധമാണ്. ആ ഓരോ വേവ് ലെങ്ത്തിലുള്ള ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഡൈ യൂസ് ചെയ്യുമ്പോഴാണ് ഏത് കളർ കിട്ടുന്നത് എന്നുള്ളത് അതൊന്ന് ഓർത്ത് വെക്കുക. So here in the case of semiconductor laser we always have lights of frequent wavelength of the order 0.8 to 0.9 micrometer or 1 to 1.7 micrometer spectral region. Okay, ഇവിടെ spectral region നോക്കുക, or 1 to 1.7 micrometer. Wavelength of emission determined by the band gap. ഇതിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് വേവ്. സോ ഇവിടെ എമിഷൻ്റെ വേവ് ലെങ്ത് ഈസ് പെർഫെക്റ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ദ ബാൻഡ് ഗ്യാപ്പ്. നമ്മളെ സെമികണ്ടക്ടറിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എത്രയാണോ ആ ഗ്യാപ്പിന് എമൗണ്ട് ഫ്രീക്വൻസി എത്രയാണോ അതിൻ്റെ എനർജി ഗ്യാപ്പ് എത്രയാണോ അതിനെ h ആക്കി കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന ആയിരിക്കും നമുക്ക് യൂണിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, അല്ലെങ്കിൽ അതിനെ നമുക്ക് ലാംഡ വേവ് ലെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന ലാംഡ ആയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് സെമികണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ഫോർ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ റീജിയൻസ്. ഓക്കെ, സ്പെക്ട്രൽ റീജിയൻസ് എന്താണ്? സ്പെക്ട്രൽ റീജിയൻ ഈസ് ഓൾമോസ്റ്റ് ഇതിപ്പം എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി വേവ് ലെങ്ത് 0.8 to 0.9 ആണ് അല്ലേ. പക്ഷേ ഈ സ്പെക്ട്രൽ റീജിയൻ എന്ന് നമുക്ക് സ്പെക്ട്രത്തിൽ ഈ ഇത്ര പ്രിസൈസ് ആയിട്ട് നമുക്ക് സ്പെക്ട്രം പറയാൻ കഴിയില്ല. സോ സ്പെക്ട്രൽ റീജിയനിൽ വരുന്നത് 1 to 1.7 മൈക്രോമീറ്ററാണ്. സോ നമ്മൾ എക്സ്റേ, അതേപോലെ ഗാമാറേ, അൾട്രാ വയലറ്റ് ഇതൊക്കെ പറയുമ്പം അതിനൊരു സ്പെക്ട്രൽ റേഞ്ച് ഉണ്ട്. ഓക്കെ, ആ സ്പെക്ട്രലിനകത്തുള്ള സബ് റേഞ്ചസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഡയോഡ് സെമികണ്ടക്ടർ ലേസേഴ്സിൻ്റെ കേസിൽ വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് 0.8 to 0.9 ആണെന്ന് അറിയാം. പക്ഷേ അതിനകത്തുള്ള സ്പെക്ട്രൽ റേഞ്ച് എന്ന് പറയുന്നത് 1 to 1.7 മൈക്രോമീറ്റർ ആണ് നമ്മളോട് പറയുന്നത്. സോ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ സെമികണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ റീജിയൻസ്. ഡിഫറെൻറ്റ് സ്പെക്ട്രൽ റീജിയൻസിനകത്ത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് സ്പെക്ട്രൽ റീജിയൻസിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് സെമികണ്ടക്ടർ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സ്പെക്ട്രൽ റീജിയൻസിനകത്തുള്ള എന്ത് ചെയ്യാൻ പറ്റും, വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 0.8 to 0.9 എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഗാലിയം ആഴ്സനൈഡ്. ഗാലിയം ആഴ്സനൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി അതിൻ്റെ വേവ് ലെങ്ത് ആണ് 0.8 to 0.9. ഇവിടെ 1 to 1.7 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻഡിയം ഫോസ്ഫൈഡ് എന്നുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇവിടെ ഞാനിവിടെ 0 to 1.7 എന്നുള്ളതാണ് നേരത്തെ ഉദ്ദേശിച്ചിട്ടോ. 0 to 1.7 സ്പെക്ട്രൽ റീജിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഇൻസൈഡ് ഇതിൻ്റെ അകത്തുള്ള ഫൈൻ റീജിയൻ ആണ് ഇതെന്ന് പറയാം. പക്ഷേ ഇവിടെ ഈ കേസിൽ നമുക്ക് 1 to 1.7 മൈക്രോമീറ്റർ ബേസ് ചെയ്തിരിക്കുന്നത് ഇൻഡിയം ഫോസ്ഫൈഡിൻ്റെ സ്പെക്ട്രമാണ്. അത് ഇൻഡിയം ഫോസ്ഫൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മെറ്റീരിയൽ ഹോമോ ജംഗ്ഷൻ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹോമോ ജംഗ്ഷൻ ലേസറായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇൻഡിയം
phosphide INP രണ്ട് സൈഡിൽ യൂസ് ചെയ്യാൻ this laser will be of the frequency or wavelength 1 to 1.7 micrometer. Okay. So അപ്പം ഇത് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഏത് സ്പെക്ട്രൽ റേഞ്ചിൽ വരുന്നതാണ്? മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ മൈക്രോവേവ്സ് അല്ലേ, മൈക്രോവേവ്സ് റീജിയനിൽ വരുന്നതാണ്. മൈക്രോമീറ്ററുള്ള ഫ്രീക്വൻസിയുള്ള റേഞ്ച് വേവ്ലെങ്ത്തുള്ള റീജിയൻ അത് നമ്മൾ മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ മൈക്രോവേവ് റീജിയനിലുള്ള സ്പെക്ട്രാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ലേസേഴ്സിൻ്റെ പ്രോപ്പർട്ടി വെച്ച് പറയുമ്പം അങ്ങനെ പറയാം, ബേസ്ഡ് ഓൺ ഇൻഡിയം ഫോസ്ഫേറ്റ്. അതുപോലെ പമ്പിംഗ് മെത്തേഡ് ഡയറക്റ്റ് കൺവേർഷൻ. ഡയറക്റ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇത് സെമി കണ്ടക്ടേഴ്സിന് മാത്രമുള്ളൊരു പ്രോപ്പർട്ടിയാണ്, ഡയറക്റ്റ് കൺവേർഷൻ പമ്പിങ്. ഓക്കെ, അതായത് നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, ഇലക്ട്രോൺസും ഹോൾസും സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്താൽ ദെൻ ദ പമ്പിങ് അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് കൺവേർഷനാണ്. ഓക്കെ, ഹൈ പവർ ലേസേഴ്സ് യൂഷ്വലി 1 mV. ഹൈ പവർ ലേസേഴ്സ്, ഇവിടെ പവർ 1 mV റേഞ്ചിലുള്ള പവറാണ് നമുക്ക് ലേസേഴ്സിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, now what are the advantages of this method or semiconductor lasers? They are light weighted and portable. സെമികണ്ടക്ടർ നമുക്കറിയാം വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ലേസേഴ്സിൻ്റെ സൈസ് നമുക്ക് വളരെയായിട്ട് ചെറുതാക്കാൻ പറ്റും. ആൻഡ് therefore they are very light weight. Okay, and also they are portable. We can carry them from one place to the other place. Another one is battery supported. ഇത് ചെയ്യാൻ നമുക്ക് പവർ സപ്ലൈ ഒന്നും വേണ്ട, വളരെ നേരത്തെ പറഞ്ഞല്ലോ 1 mV മതി നമുക്ക് ഇതിൽ അത് വർക്ക് ചെയ്യിക്കാൻ. സോ 1 mV റേഞ്ചിലുള്ള ഇത് നമുക്ക് ഒരു ബാറ്ററി പ്രൊവൈഡ് ചെയ്താൽ തന്നെ, ഒരു ബാറ്ററി കൊണ്ട് നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ബാറ്ററിക്ക് തന്നെ ഇതിൻ്റെ ഈസി ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. സോ നോ റിക്വയർമെൻറ്റ് ഓഫ് കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി സപ്ലൈ, ബാറ്ററി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഈസിലി റീപ്ലേസബിൾ, വളരെ ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. capability of direct modulation to gigahertz region. ഓക്കെ, ഒറ്റയടിക്ക് നമുക്ക് ജിഗാഹെർട്സ് ലെവലിലേക്ക് നമുക്ക് ഇതിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്മാൾ സൈസ് ആൻഡ് ലോ കോസ്റ്റ്. ഓഫ് കോഴ്സ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, വളരെ സ്മോൾ ആണ് ആൻഡ് ലോ കോസ്റ്റ്. ദെൻ കേപ്പബിലിറ്റി ഓഫ് മോണോലിത്തിക് ഇൻ്റഗ്രേഷൻ വിത്ത് ഇലക്ട്രോണിക് സർക്യൂട്ടറി. ഒരു ഗിവൺ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലേസർ കമ്പോണൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, so that is the importance of this. Then compatibility with optical fibers. Optical fibers നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേസേഴ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ഒക്കെ ഒരു എൻഡിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ലേസർ ഒരു സെമി കണ്ടക്ടർ ലേസർ ഘടിപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് സിഗ്നലായിട്ട് സിഗ്നൽ ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പറ്റും അല്ലേ. നമ്മൾ സാധാരണ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എല്ലാം കേബിളൊക്കെ വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു സിഗ്നൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എൻഡിൽ നമുക്ക് ഒരു സെമി കണ്ടക്ടർ ലേസർ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ എൻഡിൽ അത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ എന്നാണ് ക്ലിയർ ആണെന്ന് മനസ്സിലാവും. സോ these are the application advantages of the semiconductor laser. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് മാത്രമല്ല. ഡ്യൂ ടു റിലേറ്റീവ്ലി ലോ പവർ പ്രൊഡക്ഷൻ ദീസ് ലേസേഴ്സ് ആർ നോട്ട് സ്യൂട്ടഡ് ടു ടിപ്പിക്കൽ ലേസർ ആപ്ലിക്കേഷൻസ്. ലൈക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ലേസർ വെൽഡിങ്, ലേസർ കട്ടിങ്, അതേപോലെ സർജറി, ഇതിനൊന്നും ഈ ലേസേഴ്സ് ഉപയോഗിക്കാൻ, സെമി കണ്ടക്ടർ ലേസേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, ബിക്കോസ് ദെയർ വേവ് ലെങ്ത് മൈക്രോവേവ് റീജിയനിലുള്ളതുകൊണ്ട് തന്നെ എനർജി വളരെ കുറവാണ്. മാത്രമല്ല ദേ ആർ വെരി റിലേറ്റീവ്ലി ലോ പവർ പ്രൊഡക്ഷൻ, 1 mV നമ്മൾ പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദെർഫോർ ദീസ് ആർ നോട്ട് യൂസ്ഫുൾ ഫോർ ഹൈ പവർ ടിപ്പിക്കൽ ലേസർ ആപ്ലിക്കേഷൻസ് ലൈക്ക് കട്ടിങ് ഓർ വെൽഡിങ്, ലേസർ വെൽഡിങ്, ലൈറ്റ് ലേസർ കട്ടിംഗ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. The temperature affects greatly the output of the laser. Sir, input ആണോ 1 mV അതോ ഔട്ട്പുട്ട് ആണോ? ഇവിടെ നമുക്ക് ലേസറിന്റെ ഇൻപുട്ട്, ലേസറിന്റെ പിന്നെ ഈ സെമി കണ്ടക്ടർ ഡിവൈസ് വർക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ 1 mV എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഔട്ട്പുട്ടായിട്ടും 1 mV ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ലേസേഴ്സിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കേണ്ട പവറും വളരെ കുറവാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ 1 mV ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ലേസറിൻ്റെ ഔട്ട്പുട്ട് 1 mV ആണെന്ന് പറയുന്നത്. ഓക്കെ, 1 mV പവറിലാണ് ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ ആ ഓർഡറിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക, വല്ലാണ്ട് ഡിഫറൻസ് വരില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് ഒരു 5 volt LED ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പവറും ഏതായിരിക്കും, ആ റേഞ്ചിലായിരിക്കും വരിക ഏതാണ്ട്. സോ 1 mV വരുന്നത് ഇൻപുട്ട് പവർ ആസ് വെൽ ആസ് ഔട്ട്പുട്ട് പവർ.
Okay, then another disadvantages due to relatively low power production, these lasers are not suited to typical laser applications. So millivolt range lana idinte power varunathu. The temperature affects greatly the output of the laser. ലേസറിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം സെമി കണ്ടക്ടർ മെറ്റീരിയൽസിനെല്ലാം ഉള്ള പ്രോപ്പർട്ടിയാണ് ദെയർ പ്രോപ്പർട്ടി വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചർ. ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമുക്കറിയാം അല്ലേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ റൂം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കും മിക്ക സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസും പ്രിപ്പയർ ചെയ്യുക. അതിനിടയ്ക്ക് ചെറിയൊരു വേരിയേഷൻ ടെമ്പറേച്ചറിൽ വരികയാണെങ്കിൽ നമ്മുടെ ഡിവൈസ് എന്തായി പോകും, ഡാമേജ് ആയി പോകും. സോ ഇവിടെ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ടെമ്പറേച്ചർ അഫക്ട്സ് ഗ്രേറ്റ്ലി ദ ഔട്ട്പുട്ട് ഓഫ് ദ ലേസർ. ബീം ഡൈവേർജൻസ് ഈസ് മച്ച് ഗ്രേറ്റർ. ഇവിടെ മറ്റൊരു ഇതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്നാൽ ലേസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ അതിൻ്റെ കോളിമേഷൻ ആണ് അല്ലേ. എത്രത്തോളം അത് സെയിം പാരലൽ ബീംസ് ആയിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് പാസ് ചെയ്യുന്നുള്ളതാണ്. ഡൈവേർജ് ചെയ്യാതെ ബീംസ് ഡൈവേർജ് ചെയ്യാതെ കോളിമേറ്റ് ചെയ്തിട്ട് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുള്ളതാണ് ഒരു ലേസറിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ സെമി കണ്ടക്ടർ ലേസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദെയർ ഡൈവേർജൻസ് ഈസ് മച്ച് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു ഓൾ അതർ ലേസേഴ്സ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴേക്കാണ് ഈ ലേസർ എന്ത് ചെയ്യും, ഡൈവേർജ് ആയി പോകും ഇങ്ങനെ. ഓക്കെ, നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ പോലെ ലൈറ്റ്സ്. പക്ഷേ ടിപ്പിക്കൽ ലേസേഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ നല്ല ഹൈ നമ്മൾ മറ്റ് ലേസേഴ്സ് CO2 ലേസേഴ്സ് അതുപോലെ ഡൈ ലേസേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണെങ്കിൽ ഹൈ പിന്നെ ഇതാണ് നമുക്ക് കിട്ടുന്നത്, കോളിമേഷനാണ്. അത് പോയിൻ്റഡായിട്ട് വളരെ അധികം ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. Then cooling system required in some cases. ചില കേസുകളിൽ കൂളിംഗ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ക്രയോജനിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ് വേണം. സോ ദാറ്റ് ഓൾസോ reduces the applicability or usability of this laser. Of course, applicationൽ നമുക്ക് വരുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. മെയിനായിട്ട് വരുന്നത് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, പിന്നെ ബാർകോഡ് റീഡേഴ്സ്, ലേസർ പോയിൻറ്റേഴ്സ്, ഡിസ്ക് റീഡർ, ലേസർ പ്രിൻറ്റിങ് ആൻഡ് സ്കാനിങ്, ഡയറക്ഷൻ ലൈറ്റിനിങ് സോഴ്സസ്. സോ ഇത്തരം ആപ്ലിക്കേഷൻസിലൊക്കെ സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നെറ്റ്വർക്ക് കേബിൾസ് വരുന്നത്. ഓക്കെ, TV കേബിൾസും ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരുന്ന കേബിൾസ് എല്ലാം എന്ത് ചെയ്യാണ്, സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബാർകോഡ് റീഡേഴ്സ്. ദിസ് ബാർകോഡ് റീഡേഴ്സ് ആർ ഓൾസോ അത് യൂസ് ചെയ്യുന്ന ലേസർ എന്താണ്, സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ്. പിന്നെ ലേസർ പോയിൻറ്റേഴ്സ്, ഓഫ് കോഴ്സ് നമ്മൾ പിന്നെ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേസർ ഉപയോഗിച്ച് പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കും ലേസർ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിനും നമുക്ക് സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ്. പിന്നെ ഡിസ്ക് റീഡർ, അത് നമ്മൾ പഴയ VCD അതേപോലെ ഡിസ്ക് DVD റീഡേഴ്സായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ലേസർ പ്രിൻറ്റിങ് ആൻഡ് സ്കാനിങ്, ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ അല്ലേ. ലേസർ പ്രിൻറ്റിങ് അതൊക്കെ നമ്മൾ ലേസർ ഉപയോഗിക്കുന്ന ലേസേഴ്സ് സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് സ്കാനിങ്ങിലും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡയറക്ഷണൽ ലൈറ്റിംഗ് സോഴ്സ്, അത് ഡയറക്ഷൻ ലൈറ്റ് സോഴ്സസ് നമ്മൾ സിഗ്നൽസിലും അങ്ങനത്തെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനത്തെ കേസിലൊക്കെ ഡയറക്റ്റ് ലേസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലോ പവർ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ ഡാമേജ് ഇല്ലാത്ത പ്രോസസ്സുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം പക്ഷേ വളരെ ഡാമേജബിൾ ആയിട്ടുള്ള ലേസേഴ്സ് ആണ് ഡൈ ലേസേഴ്സ്, CO2 ലേസേഴ്സ് ഒക്കെ. അതുകൊണ്ട് തന്നെ അവയൊക്കെ യൂസ് ചെയ്യുന്നത് കട്ടിങ്ങിനും വെൽഡിങ്ങിനും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിന് രണ്ടും ഡിഫറൻസ്. സോ സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ് വളരെ എന്താ പറയുക, പിന്നെ മൈൽഡ് ആയിട്ടുള്ള ലേസറാണ്, അധികം പവർ ഇല്ലാത്ത, പവർ ഔട്ട്പുട്ട് 1 mV റേഞ്ചിലുള്ള പവറാണ് വരുന്നത്. സോ ലേസറിൻ്റെ ഔട്ട്പുട്ടും ലേസറിൻ്റെ ഇൻപുട്ടും ഏതാണ്ട് ആ റേഞ്ചിലാണ് വരിക. ഓക്കെ, നമുക്ക് ഇൻപുട്ടായിട്ട് ലേസർ ഡിവൈസസ് റൺ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ആണ്, ഒരു mV ഒക്കെ മതി എന്നുള്ളതാണ് അതിൻ്റെ. കാരണം സെമി കണ്ടക്ടർ ലേസറാണല്ലോ, സെമി കണ്ടക്ടർ ഡിവൈസസ് ഒക്കെ വളരെ ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ്. സോ ഇതുപോലെ ലേസേഴ്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പേഷ്യൽ ഫ്രീക്വൻസി ഫിൽറ്ററിങ് ആൻഡ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. അത് ഒരു നെക്സ്റ്റ് ഒരു കംപ്ലീറ്റ് ക്ലാസ്സിലുള്ള ടോപ്പിക്കാണ്. സോ ഐ വിൽ നോട്ട് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. I will be stopping here. If you have any doubts, you can ask now. Okay. Overview. Okay. So നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ്, അത്
സെമികണ്ടക്ടർ ലേസേഴ്സ്. സോ സെമികണ്ടക്ടറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ബേസിക് PN ജംഗ്ഷൻ ഡയോഡ്സിലുള്ള പിന്നെ പി ടൈപ്പ് റീജിയനിലുള്ള ഹോൾസും N ടൈപ്പ് റീജിയൻസിലുള്ള ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്യും. ദിസ് റീകമ്പിനേഷൻ എന്നാൽ ദിസ് ഇസ് എ പെയർ അനിഹിലേഷൻ പ്രോസസ് അല്ലെ. ഒരു ഇലക്ട്രോൺ പ്ലസ് ചാർജ് ഇലക്ട്രോണും പോസിട്രോണും ഒരു ഇലക്ട്രോണും വന്ന് they recombine together and that forms gamma. Okay, photons produce ചെയ്യും. So this is the basic principle behind lasers, semiconductor lasers. Okay, so ഇതിന് നമ്മൾ പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സെമികണ്ടക്ടേഴ്സ് 1962 നമ്മൾ കണ്ടു. റോബർട്ട് ഹെൻ ഹോൾ ആൻഡ് മാർഷൽ നേതൻ എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ലേസേഴ്സ് സെമികണ്ടക്ടർ ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഫസ്റ്റത്തെ ലേസേഴ്സ് എന്ന് പറയുന്നത് ഗാലിയം ആഴ്സനൈഡ് ലേസേഴ്സ് ആയിരുന്നു. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള ലേസറും. ഗാലിയം ആഴ്സനൈഡ് ലേസേഴ്സാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് സെമികണ്ടക്ടറിൻ്റെ പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ പിന്നെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡ് താഴെ കണ്ടക്ഷൻ ബാൻഡിൻ്റെ താഴെ നമ്മൾ ഒരു ഇലക്ട്രോൺസിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെ താഴെ ഹോൾസിൻ്റെയും ഒരു ഹൈ കോൺസെൻട്രേഷൻ കൊണ്ടുവരും. ആൻഡ് വിത്ത് എ സ്മോൾ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ന്യൂ ഫ്രീക്വൻസി ഇല്ല, ഇവർ ന്യൂ ഈസ് EG/H ക്രോസ്. EG/H ക്രോസ് ഫ്രീക്വൻസി ഉള്ള ഒരു ചെറിയൊരു സിഗ്നൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒന്ന് ഇൻസിഡൻറ്റ് ചെയ്യിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ഒന്ന് ട്രിഗർ ചെയ്യിച്ചാൽ ബാക്കി ദെൻ കണ്ടിന്യൂസ്ലി ദർ വിൽ ബി many different large number of stimulated emissions will occur. Okay, this is the principle. Then different types എന്ന് പറയുമ്പോൾ ഹോമോജംഗ്ഷൻ അതേപോലെ ഹെറ്ററോജംഗ്ഷൻ ഉണ്ട്. ഹോമോജംഗ്ഷനകത്ത് നമ്മൾ സിംഗിൾ ഒറ്റ മെറ്റീരിയൽ ആയിരിക്കും, P ടൈപ്പും N ടൈപ്പ് ആയിട്ട് രണ്ടും സെയിം മെറ്റീരിയൽ ആയിരിക്കും. പക്ഷേ ഹെറ്ററോജംഗ്ഷൻ്റെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവാം. ഓക്കെ, സോ ഈ ഹെറ്ററോജംഗ്ഷനകത്ത് തന്നെ ഡബിൾ ഹെറ്ററോജംഗ്ഷൻ ഉണ്ട്, സിംഗിൾ ഹെറ്ററോജംഗ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പിന്നെ ഡബിൾ ഹെറ്ററോജംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു 2 മെറ്റീരിയൽസ്, ഒന്ന് ഗാലിയം ആഴ്സനൈഡും മറ്റ് അലൂമിനിയം ഗാലിയം ആഴ്സനൈഡാണ് മറ്റൊരു മെറ്റീരിയൽ. 2 മെറ്റീരിയൽസിൻ്റെ ജംഗ്ഷനാണ് നമുക്ക് P ടൈപ്പ് റീജിയനിൽ വരുന്നത്. N ടൈപ്പ് റീജിയനിലും അതേ മെറ്റീരിയൽസിൻ്റെ N റീജിയൻസ് ആണ്. അതേപോലെ ആക്റ്റീവ് റീജിയൻ ഉള്ള റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ ആക്റ്റീവ് മീഡിയത്തിൻ്റെ കേസിൽ വരുന്നത് ഗാലിയം ആഴ്സനൈഡിൻ്റെ P ടൈപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഹെറ്ററോജംഗ്ഷൻ സെമികണ്ടക്ടേഴ്സ്. പിന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതിൻ്റെ ഫ്രീക്വൻസി വേവ് ലെങ്ത് 0.8 to 0.9 മൈക്രോമീറ്റർ ആണ്. അതേപോലെ ഇൻഡിയം ഫോസ്ഫൈഡ് ലേസേഴ്സിൻ്റെ ക്യാരക്ടർ ഫ്രീക്വൻസി 1 to 1.7 മൈക്രോമീറ്റേഴ്സ് ആണ്. പിന്നെ പമ്പിംഗ് മെത്തേഡ് ഡയറക്റ്റ് കൺവേർഷൻ ആണ്. ഇവിടെ ഒപ്റ്റിക്കൽ പമ്പിങ്ങിനൊന്നും ആവശ്യമില്ല. ഒപ്റ്റിക്കൽ പമ്പിങ് വർക്ക് ചെയ്യില്ല, കാരണം എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ റേഞ്ചിലല്ല വരുന്നത്. പിന്നെ പവർ ലോ പവറാണ്. ലോ പവർ വരുന്നത് 1 millivolt റേഞ്ചിലുള്ള പവറാണ്. സോ ദെൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദേ ആർ പോർട്ടബിൾ, ലൈറ്റ് വെയിറ്റ് ആണ്, ബാറ്ററി സപ്പോർട്ടഡ് ആണ്, കേപ്പബിലിറ്റി ഓഫ് ഡയറക്റ്റ് മോഡുലേഷൻ ടു GHz റീജിയൻ, സ്മോൾ ആൻഡ് ലോ കോസ്റ്റ് ആണ്. അതുപോലെ മോണോലിത്തിക് ഇൻ്റഗ്രേഷൻ വിത്ത് ഇലക്ട്രോണിക് സർക്യൂട്ടറി, കമ്പാറ്റബിലിറ്റി വിത്ത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ലോ പവർ പ്രൊഡക്ഷൻ these lasers not suited for typical laser applications like cutting and welding. The temperature affects greatly output of the laser. ഔട്ട്പുട്ട് ലേസർ ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. സോ കൂളിംഗ് ചില സമയത്ത് കൂളിംഗ് ആവശ്യമുണ്ടാകും. അതേപോലെ ബീം ഡൈവേർജ് ചെയ്യും. ബീം ഒരു പോയിന്റിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസും ട്രാവൽ ചെയ്താൽ ദാറ്റ് ബീം ടെൻ ടു ഡൈവേർജ് ആൻഡ് ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ ടിപ്പിക്കൽ ലേസേഴ്സ്. ലേസേഴ്സിൻ്റെ കേസിൽ ഹൈ കോളിമേഷൻ ആവശ്യമാണ്. ദെൻ ആപ്ലിക്കേഷൻസ് വരുന്നത് ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ്, ബാർകോഡ് റീഡേഴ്സ്, ലേസർ പോയിന്റേഴ്സ്, ഡിസ്ക് റീഡേഴ്സ്, ലേസർ പ്രിന്റിംഗ് ആൻഡ് സ്കാനിങ്, ദെൻ ഡയറക്ഷണൽ ലൈറ്റിംഗ് സോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദി സമ്മറി. നാളെ 2 ക്ലാസ് ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ബിക്കോസ് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡേ ആകുമ്പോഴേക്കും നമുക്ക് ടോപ്പിക്സ് കവർ തീർക്കാനുള്ളൊരു ശ്രമമാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഗ്യാരണ്ടി അല്ല, ട്രൈ മാക്സിമം. ഓക്കെ, ക്ലാസ് കഴിയുമ്പോൾ തന്നെ സാർ PDF ഒന്ന് ഷെയർ ചെയ്യണേ.